യാക്കോബോ അതോ എബ്രയറോ? പുതിയ പഠന രീതിയുമായി രേഷ്മ ലിവിൻ ബിസിനസ് രംഗത്തേക്ക്. ഇതുവരെ കാണാത്ത ഒരു ചുവടുവെപ്പാണ് നാം CSI കൽമല സഭയിൽ കാണുന്നത്. 1 കഴിഞ്ഞാൽ 3 പറയാം, 5 കഴിഞ്ഞാൽ 7 പറയാം. ഇതുപോലെ കുട്ടികൾ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പുതിയ പഠനത്തിന്റെ രീതി ഇത് നമ്മളിലേക്ക് പങ്കുവെക്കുന്നത് രേഷ്മ ലിവിനാണ്. രേഷ്മയുടെ അഭിപ്രായത്തിൽ ഇവർ കുടുംബപരമായി ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ പഠന രീതി CSI കൽമല സഭയിൽ കൂടുതൽ മുതൽക്കൂട്ടുകൾക്ക് കാരണമാകുമെന്ന് അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും ഏറ്റവും മനോഹരമാണ്. 2026 വർഷത്തെ CSI കൽമല സഭയിലെ VBS അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി എത്തുകയാണ് സഭയിലെ ഓരോ അംഗങ്ങളും. അവരെ ഏവരെയും ഒമേഗ ന്യൂസ് അവറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാം. 2026 എല്ലാ കുഞ്ഞുങ്ങളും നല്ല എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ ഡയറക്ടറൊക്കെ കൊള്ളാം. അവരൊക്കെ നല്ലതായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാട്ടുകളും കഥകളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾ നല്ലതായിട്ട് എൻജോയ് ചെയ്യുകയാണ്. 2026 അവർ നല്ല സന്തോഷമായി ഈ വർഷം അടിച്ചുപൊളിക്കും. ഈ വർഷത്തെ VBS താങ്കളുടെ അഭിപ്രായം? ഈ വർഷത്തെ VBS നല്ലൊരു അനുഭവമായി തീരാനാണ് സാധ്യത. കാരണം ഇരു ടീമുകളും തുല്യ ശക്തികളാണ്. എന്നാൽ ചില പോയിന്റുകൾ വ്യത്യാസത്തിൽ നമ്മൾ ഒരു ടീമിനെ വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായാലും മാർക്കുകൾ നേടുന്ന രീതിയിലായാലും ഗെയിമുകളായാലും എല്ലാം നല്ല രീതിയിൽ അവർ ആക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസ്മാരായാലും അവരും ഓരോരോ ഗെയിമുകൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഗെയിമുകളൊക്കെ ചില ദിവസങ്ങളിലായിരിക്കും എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. എങ്കിലും ആ ഗെയിമുകൾ കണ്ട് ഞാൻ ഇന്ന് പോകും. വന്നിട്ട് ഉടനെ പോകാൻ നേരിച്ച് വന്നാലും ചില ദിവസങ്ങളിൽ അങ്ങനെ ഒത്തിരി നേരം ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അനുഭവമാണ്. ഈ അവധിക്കാലത്തെ നമ്മളെ പിള്ളേർക്കും അത് നല്ലൊരു അനുഭവമായി തീരാൻ സാധ്യതയാണ്. കാരണം ഇനിയും വരുന്ന ഈ ഒരു ദിവസത്തിൽ അത്രയും വീറും ഭാഷയോടെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ കളിക്കാനും അതേപോലെ തന്നെ ബൈബിളിലെ വചനങ്ങൾ പറയാനും പാടാനും എല്ലാം നല്ലൊരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടപ്പെട്ട അയാളെങ്ങനെ ഇഷ്ടപ്പെട്ട? ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ട? ഡയറക്ടേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് കൊള്ളാമോ? എല്ലാം ഇഷ്ടപ്പെട്ട? എന്തിന്? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എക്സൽസിയോർ എന്ന ചിന്താ വിഷയത്തെ ആസ്പദമാക്കി 2026 വർഷത്തെ VBS വളരെ ഭംഗിയുചിതമായി നടന്നു പോകുന്നതായിട്ട് അറിയാൻ സാധിച്ചു. എനിക്ക് ജോലി തിരക്ക് കാരണം പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ വർഷത്തെ VBSകൾ നടന്നു പോകുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ശക്തമായ ആത്മീക അടിത്തറ നൽകുന്ന ഒരു VBS അനുഭവമാകട്ടെ ഇതെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവ് പ്രിയരെ, CSI കൽമല സഭയിൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തില് ഈ ഒരാഴ്ചക്കാലം നാം VBS ആഘോഷിക്കുകയാണല്ലോ. കടന്നു വന്ന എല്ലാ മക്കൾക്കും VBS നേതൃത്വം നൽകുന്ന സൺഡേ സ്കൂളിനും ചർച്ച കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ആമേൻ. ഒമേഗ ന്യൂസ് അവൽ ഒരു ഷോർട്ട് ബ്രേക്ക്. എന്റെ ആ വടിയൊന്നെടുക്കുവോ? മോനെ, എന്റെ ആ വടിയൊന്നെടുക്കുവോ? ഓ അമ്മേ. താങ്ക് യു. താങ്ക് യു മോനെ. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. മോസ്റ്റ് വെൽക്കം അമ്മേ. താങ്ക് യു. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. 5 സ്റ്റാർ ഡു നത്തിങ്. ലേല മഹാമയം. ഇന്നലെ CSI കല്ലുമല സഭയിൽ നടന്ന ലേലം ഏറ്റവും മനോഹരമായി നടത്തപ്പെടുകയുണ്ടായി. ഇതിന്റെ നടത്തിപ്പിനായി CSI കല്ലുമല സഭയിലേക്ക് കടന്നു വന്നത് മുൻകാല VBS ഡയറക്ടറും ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ സെക്രട്ടറിയും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനുമായിരിക്കുന്ന അനീഷ് കുമാറാണ്. അദ്ദേഹം ഗുഡ്സ് ട്രെയിനുകളിലും മറ്റു ട്രെയിനുകളിലും ആയിട്ട് സഭയുടെ അങ്കണത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിക്കുകയായിരുന്നു.
അദ്ദേഹം ഓരോ വസ്തുക്കൾക്കും തനതായ വിലകൾ നൽകുകയും അത് അധ്യാപകരിലും കുട്ടികളിലും അടിച്ചേൽപ്പിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു തുണി 1500 രൂപ, 3 വഴുതന 75 രൂപ, മല്ലിപ്പൊടി, മുളകുപൊടി എന്നിവ 100-105 രൂപ എന്നീ രൂപയ്ക്ക് വിൽക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ സാമർത്ഥ്യം ഏറ്റവും അധികം നമ്മുടെ സഭയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് സന്ധ്യ ടീച്ചർ അഭിപ്രായപ്പെടുകയുണ്ടായി. കായികം. ഇന്നലെ നടന്ന VBS മത്സരങ്ങൾ ആദ്യത്തെ മത്സരമായ കുപ്പിയെറിയൽ മത്സരത്തിൽ ടീം ഒമേഗ മുന്നിൽ. അതുപോലെ തന്നെ നോഹയുടെ പെട്ടകം എന്ന മത്സരത്തിലും ടീം ഒമേഗ മുന്നിലായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മഞ്ജു ടീച്ചറിന്റെ അഭിപ്രായത്തിൽ തങ്ങളുടെ തോൽവികളൊന്നുമല്ല എന്നും ഇത് വിജയത്തിലേക്കുള്ള മുന്നോടിയാണെന്നും അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ സിനിമകൾ. ആൽഫ ചാനൽ 1:30 മയിലാട്ടം ബൈ സന്തോഷ്. ഒമേഗ ചാനൽ 4 മണിക്ക് ഒറാങ്കുട്ടന്റെ ദുഃഖവും ഷാമിലിയുടെ സ്വപ്നവും. ആൽഫ പ്ലസ് ചാനൽ 6 മണിക്ക് കട്ടപ്പ കത്തിയേട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഏച്ചുകെട്ടുകളില്ല, കള്ളങ്ങളില്ല, കള്ളത്തരങ്ങളില്ല. ചോദ്യങ്ങൾ ആർക്കു വേണോ ചോദിക്കാം. ഉത്തരങ്ങൾ ഇവിടെ ഭദ്രമാണ്. ഒമേഗ ന്യൂസുകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ വായിക്കുന്നത് സെനിസ്ട്രിയോ. കളികൾക്കും തമാശകൾക്കും അതീതമായി ഈ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. തൃശ്ശൂരിൽ നടന്ന അപകടം, മുണ്ടത്തിക്കോട് അപകടത്തിൽ നിന്നും ഒരുപാട് പേർ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേർ നഷ്ടപ്പെട്ടു പോയി. അവരെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. ഒരു നിമിഷം എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഉയർന്നുയർന്ന വാനിൽ പറന്നകന്ന് VBS 6ാം ദിനം. കുപ്പി പൊട്ടിച്ച് കാറിൽ അവതരിച്ച പുതിയ താരങ്ങൾ ആരല്ല? അന്വേഷണവുമായി സിറ്റി പോലീസ് കമ്മീഷണർ. വാക്കുപാലിക്കാത്ത സന്തോഷ് ഡയറക്ടർ പെട്ടെന്ന് അപ്രത്യക്ഷമായത് എങ്ങോട്ട്? അന്വേഷണവുമായി CBCD. യാക്കോബോ അതോ എബ്രായരോ? പുതിയ പഠന രീതിയുമായി രേഷ്മ ലീൽ ബിസിനസ് രംഗത്തേക്ക്. ലേലോ ലേല മഹാമഹം. വാർത്തകൾ വിശദമായി. ഉയർന്നുവെന്ന വാനിൽ പറന്നകന്ന് VBS 6ാം ദിനം. എല്ലാ ദിവസത്തെയും പോലെ CSA കൽമല സഭയുടെ ഇന്നലത്തെ VBSും ഏറ്റവും മനോഹരമായി നടത്തുകയുണ്ടായി. കുട്ടികൾ തളർന്ന അവശരായപ്പോൾ സുനിത ടീച്ചറിന്റെയും സുശീല ടീച്ചറിന്റെയും വാഴയ്ക്കൊപ്പം അവർക്ക് കൂട്ടായി എത്തി. എന്നാൽ സുനിത ടീച്ചർ കൂടുതൽ എണ്ണത്തിനായി പ്രക്ഷോഭമുണ്ടാക്കിയതിൽ ഇത് ശ്രദ്ധേയമാണ്. പെറ്റ് മകനെ മറന്നാലും എന്റെ വാഴയ്ക്കൊപ്പത്തെ മറക്കില്ല എന്ന ടീച്ചറിന്റെ പ്രസ്താവന കേട്ടുനിന്ന ജനങ്ങളെ കണ്ണീരിലാഴ്ത്തി. കാറിൽ അവതരിച്ച താരങ്ങളെ കണ്ടുപിടിച്ച സിറ്റി പോലീസ് കമ്മീഷണർ. ഇദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ചാണി ഡിസ്ട്രിക്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടിയ കറുത്ത വസ്ത്രധാരിയും JCB ഓണറായ ജിനിയുടെ നാത്തൂന്റെ അനിയത്തെയും പോലീസ് കണ്ടെത്തി. ഇവരുടെ ദൗത്യം CSA കൽമല സഭയെ വെള്ളത്തിലാഴ്ത്തുക എന്നതായിരുന്നു. അതിനായി അജ്നയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവർ ഇറങ്ങിയൊടുക്കുകയുണ്ടായത്. ഇതിൽ മുങ്ങിപ്പോയ ഓരോ വിദ്യാർത്ഥിനികളെയും സുബിന്റെ പേടകത്തിലേക്ക് രക്ഷിച്ചു കയറ്റുകയായിരുന്നു. ഇതിൽ വേറെ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാക്കാത്ത പക്ഷം അജ്നയുടെ കേസ് നിലനിൽക്കില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. എന്നാലും തന്റെ കുടുംബത്തിന്റെ മഹിമ നിലനിർത്താനായി താൻ കൊണ്ടുവന്ന ബ്രാൻഡ് കുപ്പി തിരിച്ചു കിട്ടണമെന്നാണ് അജ്നയുടെ പക്ഷം. ഒമേഗ ന്യൂസ് ഒരു ഷോർട്ട് ബ്രേക്ക്. പാരഷൂട്ട് ആയുർവേദിക് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശുപാർശ ചെയ്യുന്നു. കേൾക്കൂ മൃദുലയുടെ കഥ. ഇതാണ് എന്റെ ഹെയർ ക്ലിപ്പ് കളക്ഷൻ. ഇത് കോളേജില് മുടി തിക്കായിരുന്നപ്പോ, പിന്നെ ഇത് ഉത്തരവാദിത്തം കൂടിയതോടെ മുടി കനം കുറഞ്ഞപ്പോ, പിന്നെ ഞാൻ പാരഷൂട്ട് ആയുർവേദിക് ട്രൈ ചെയ്തു.
ഉലുവ, കറിവേപ്പില തുടങ്ങി 25 ആയുർവേദിക് മൂലികകൾ അടങ്ങിയ ഈ എണ്ണ ഹെയർ ഫോൾ മാത്രമല്ല 7 വലിയ ഹെയർ പ്രോബ്ലംസും പരിഹരിക്കുന്നു. ഇനി ഇതല്ല, ഈ ക്ലിപ്പ് വെറും 60 രൂപയ്ക്ക്. വാക്കുപാലിക്കാത്ത സന്തോഷ് ഡയറക്ടർ പെട്ടെന്ന് അപ്രത്യക്ഷമായത് എങ്ങോട്ടേക്ക്? അവരുടെ വാഹനത്തിന്റെ പിന്നാലെ നമ്മുടെ റിപ്പോർട്ടർ അഭിലാഷ് ടോമി ഉണ്ടായിരുന്നു. അഭിലാഷ് ടോമി കണ്ടുപിടിച്ച ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് നമ്മുടെ ചാനൽ നിങ്ങളെ നയിക്കുന്നു. ഇന്നലെ നടന്ന വിചിത്രമായ ഒരു ഗെയിം, നോഹയുടെ പെട്ടകം. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ നാം സാക്ഷ്യം വഹിക്കാത്ത ഒന്ന്. മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് സന്തോഷ് ഡയറക്ടർ ഇവിടുത്തെ കുട്ടികളെ കബളിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പാമ്പ് വേണോ, തിമിംഗലം വേണോ, അതോ ജിറാഫ് വേണോ, സീബ്ര വേണോ, ഇതിൽ ഏതിനെയും അഭിനയിച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് വളരെയധികം പണം ഇവരെ മുതലാക്കിയിട്ടുണ്ട്. ഇവരെ നമ്മുടെ അഭിലാഷ് ടോമി പിടിച്ചിട്ടുണ്ട്. അഭിലാഷ് ടോമിയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. അഭിലാഷ് ടോമി കേൾക്കുന്നുണ്ടോ? കേൾക്കാം സ്റ്റെനസ്റ്റിയോ. ഞാനിപ്പോൾ അവരുടെ പിന്നാലെ ചേസ് ചെയ്തെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ കാറ് പാർക്ക് ചെയ്തു. എന്തായാലും ഒരാൾ മാത്രമാണ് ഇന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അവൻ നേരെ പോയത് ചായക്കടയിലോട്ടാണ്. മറ്റുള്ളവർ കാറിൽ തന്നെ തുടരുന്നു. പണവുമായി ഇനി അവർ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് ഇതുവരെ അറിയാൻ കഴിയുന്നില്ല. ക്യാമറാമാനോടൊപ്പം റിപ്പോർട്ടർ അഭിലാഷ് ടോമി.